ഹായ് വെൽക്കം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കല്യാൺജിയാണ്. കല്യാൺജി എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഓൺടർപ്രണേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് ഈ വിസ്ഡം അദ്ദേഹത്തിൽ നിന്ന് കിട്ടും. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ഇൻട്രാക്ഷനാണ് ഉദ്ദേശിക്കുന്നത്. സോ ബിസിനസ് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ബിസിനസ് ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. സോ കല്യാൺജി, എന്തൊക്കെയുണ്ട് വിശേഷം? വൺ മോർ തിങ്. ഓക്കെ, അതിന് മുമ്പ് ഞങ്ങളൊരു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിലേക്കാളും, ബിക്കോസ് ജോയ്ഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഷീസ് ഇൻ ദിസ് ഫീൽഡ് ഫോർ മോർ ദാൻ 4-5 years. Yes. അല്ല, ആൻഡ് മോർ ഓവർ ആൻഡ് ഐ റെഫേർഡ് വൺ ഓഫ് മൈ ഫ്രണ്ട് ടു ജോയ്ഷ്. ആൻഡ് അങ്ങനെയാണ് ഞാൻ കൂടുതൽ ക്യൂരിയസ് ആയത്. ആക്ച്വലി എൻ്റെ ഫ്രണ്ടിനെ ഞാൻ റിയൽ എസ്റ്റേറ്റിൽ ഈസ് ഡൂയിങ് ലോട്ട് ഓഫ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. സോ ഐ റെഫേർഡ് ഹിം ടു ജോയ്ഷ്. ആൻഡ് ഇതെല്ലാം ചെയ്തിട്ട് ജോയ്ഷുമായിട്ട് അദ്ദേഹം 1-to-1 എടുത്തു അല്ലേ. 1-to-1 എടുത്ത ശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ റിയൽ എസ്റ്റേറ്റ് ആയിട്ട് റീറ്റെയിൽ മാർക്കറ്റിംഗ് ചെയ്ത് തരാമെന്നെല്ലാം പറഞ്ഞ് ഒരുപാട് പേരിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദിസ് ടീം വാസ് റിയലി പ്രൊഫഷണൽ. ആൻഡ് ഒരുപാട് വളരെ എനിക്ക് ഇൻസൈറ്റ് തരുന്ന രീതിയിലുള്ള ഒരു 1-to-1 ആണ് തന്നത്. ഓക്കെ, താങ്ക് യു കല്യാൺജി എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെയാണ് ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ജോയ്ഷ്. ഓക്കെ, ഷീ ഈസ് വെരി ഗുഡ് ഇൻ പ്രൊഫഷണലി ഡൂയിങ് things in retail marketing. Not only that, and they were doing content marketing also. Content marketing, content write-up also you are doing. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കോണ്ടന്റ് റൈറ്റിംഗുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. ഓരോരുത്തർക്കും ഓരോ റിസൾട്ട് കൊടുത്തതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അടുത്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തുടങ്ങിയത്. Very good. പക്ഷേ മെയിൻ ആയിട്ടും റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഒരാൾക്ക് റിസൾട്ട് കിട്ടണം, മനസ്സിലാവല്ലോ. ശരിക്കും പറഞ്ഞാൽ കല്യാൺജിയുടെ സ്റ്റോറി കേട്ടിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. കാര്യം കല്യാൺജി എന്ന് പറയുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരുപാട് ജേർണി ലൈഫിൽ പറയേണ്ടതായിട്ടുള്ള ഒരുപാട് സ്റ്റോറി ഉണ്ട്. ബിക്കോസ് നമ്മൾ വിചാരിക്കും ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്മൂത്ത് ആയിട്ട് പോകുന്നത്. അങ്ങനെയല്ല, അപ്പ് ആൻഡ് ഡൗൺസിലൂടെ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ജേർണി നിങ്ങളോട് ഷെയർ ആണെങ്കിൽ ഈ ഒരു ജേർണിയിലോട്ട് പോകുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ലൈക്ക് ഇതാണ് ലൈഫ് അല്ലേ. അതിൽ നിന്ന് വന്നിട്ട് അതുമാത്രമല്ല, ഇപ്പോൾ ഒരു ട്രെയിനറായിട്ട് മാറുന്നതിൻ്റെ റീസൺ പോലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം. ആ സ്റ്റോറി ബേസ് ചെയ്തിട്ടാണ് എനിക്ക് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്നുള്ളൊരു തോന്നലിലേക്ക് വന്നത്. ഇതൊക്കെ ടൈപ്പ് ഓഫ് ആൾക്കാരാണ് കല്യാൺജിയുടെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? That is very interesting question, because ഞാൻ ആർക്കെല്ലാം ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ ഏറ്റവും ആദ്യം പറയാം. ഓക്കെ, mostly I'm not focusing on those people, okay, who don't want to do things of themselves. Okay, ഞാൻ ചെയ്യില്ല, നിങ്ങൾ ചെയ്തു തന്നാൽ ഞാൻ നടത്തിക്കൊണ്ട് പോയിക്കോളാം എന്ന് പറയുന്നവരെ ഞാൻ സാധാരണ ഒഴിവാക്കാറാണ് പതിവ്. ബിക്കോസ് നിങ്ങളൊരു കാര്യത്തിൽ ഭയങ്കര പാഷനേറ്റ് ആണ്, ഭയങ്കര ഇതാണെങ്കിൽ നിങ്ങൾ തന്നെ ഇൻട്രസ്റ്റ് എടുത്തല്ല നമ്മൾ തന്നെ ചെയ്യും. ഓക്കെ, എനിക്കത് ചെയ്ത് പഠിക്കണം, എന്നിട്ട് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ സബോർഡിനേഷന് പറഞ്ഞു കൊടുക്കണം എന്നെല്ലാം പറയുന്നവരാണ് ദേ ആർ ദ റിയൽ പാഷനേറ്റ് ഓൺടർപ്രണേഴ്സ്. അതല്ലാതെ കല്യാൺജി ചെയ്ത് തന്നാൽ ബാക്കിയെല്ലാം ചെയ്ത് അങ്ങനെയുള്ളവരെ ഫസ്റ്റ് ഓഫ് ഓൾ ഐ സേ നോ ടു ദം. സെക്കൻഡ് തിങ് ഇസ് ദോസ് ഹു ആർ ഇൻ ദ FMCG സെക്ടർ. ഓക്കെ, FMCG സെക്ടർ ഞാൻ കാര്യമായിട്ട് ഫോക്കസ് ചെയ്യാറില്ല. ഓക്കെ, മൈ മെയിൻ ഫോക്കസ് ഏരിയ ഇസ് മാനുഫാക്ചറിങ്. ഓക്കെ, ദെൻ കംസ് അതർ ഇൻഡസ്ട്രീസ് ലൈക്ക് റെസ്റ്റോറൻറ്റ്സ്, ബ്യൂട്ടി പാർലർ. ഓക്കെ, ഇതെല്ലാമാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. ഇൻഫാക്ട് ഐ കം ഫ്രം ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് മാനുഫാക്ചറിങ്, മാർക്കറ്റിംഗിൽ ഒരുപാട് വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, ഡിഫറെൻറ്റ് കൺട്രീസ് ഇൻ ഡിഫറെൻറ്റ് വെർട്ടിക്കൽസ്. അതുകൂടാതെ ഫിനാൻഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദീസ് ആർ ഓൾ മൈ ഹാർഡ് ഏൺഡ് റെപ്യൂട്ടേഷൻ ആസ് എ പേഴ്സൺ ഹു വർക്ക് ദെയർ, who know the in and out of all those fields. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയയിലൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും സപ്പോർട്ട് കൊടുക്കുന്നത്, എസ്പെഷ്യലി റെസ്റ്റോറൻറ്റ് ആൻഡ് ബ്യൂട്ടി പാർലർ. ഇൻഫാക്ട് ബ്യൂട്ടി പാർലറിൽ ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഐ കീപ് going to most of the beauty parlor myself. Okay, do all this kind of things in my head and hair and all those things. അപ്പോൾ അതെല്ലാം എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഏരിയയിലെല്ലാം ഞാൻ പ്രാക്ടിക്കലായിട്ട് അവരുടെ കൂടെ നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അങ്ങനെയൊക്കെയാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് വരുന്നത്. ഓക്കെ, സോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ. ഞാൻ ചിന്തിക്കുന്ന ഒരു ഏരിയ കൂടെ. ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് ഒക്കെ പലപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെന്തായിരിക്കും അതിന്റെ റീസൺ? എന്തുകൊണ്ടാണ് ഒരുപാട് പേര് ഇതേപോലെ തുടങ്ങിയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്റ്റോറൻറ്റ് ബിസിനസ് ആവും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ തോറ്റ റെസ്റ്റോറൻറ്റ് ഓണേഴ്സില്ല. ഇപ്പോൾ കഴിഞ്ഞ വെബിനാറിൽ ഒരു 4 പങ്കെടുത്തൊരു 85 പേരിൽ ഒരു 6-7 പേര് തോറ്റുപോയ റെസ്റ്റോറൻറ്റ് ഓണേഴ്സാണ്. തോറ്റുപോയെന്ന് വെച്ചാൽ അവർ പൂട്ടിപ്പോയ റെസ്റ്റോറൻറ്റ് ഓണേഴ്സാണ്. അപ്പോൾ അവരോടത്ത് ചോദിക്കുക, അങ്ങനെ ഓരോ വെബിനാറിൽ കുറച്ച് പേര് എന്തായാലും വരും. അപ്പോൾ അവരോടെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം വെരി സിമ്പിൾ. അതായത് ഒരു ദോശമാവ് വാങ്ങിച്ചാൽ ഒരു 40 രൂപ കൊടുത്താൽ ഒരു ദോശമാവ് കിട്ടും. ഓക്കെ, ഒരു പാക്കറ്റ് ദോശമാവ് കിട്ടും, 1 ലിറ്റർ.
ഓക്കെ, നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ഒരു 20 ദോശ ഉണ്ടാക്കിയാൽ തന്നെ ഭയങ്കര ലാഭമാണ്. ഓക്കെ, ഇവരെങ്ങനെയാണ് 100 രൂപയ്ക്ക് വിൽക്കുന്നത്, അപ്പോൾ ഭയങ്കര ലാഭമല്ലേ എന്ന് ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ ഈ പണിക്ക് വന്നതെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, ബിക്കോസ് ദേ തിങ്ക് ഇറ്റ് ഈസ് സോ പ്രോഫിറ്റബിൾ. ഓക്കെ, ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് കൊണ്ട് ഭയങ്കര പ്രോഫിറ്റബിൾ ആണ്. അതിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഏറ്റവും നല്ല വശങ്ങൾ മാത്രം വെച്ചിട്ടാണ് അവർ ഇതിലേക്ക് വരുന്നത്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഈസ്, ഇതിനകത്തേക്ക് വന്ന് കയറുമ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ ഇൻഫാക്ട് എൻ്റെ ഫ്രണ്ട് റീസെൻ്റ്ലി ഹി ക്ലോസ് ഓൾ ഹീസ് റെസ്റ്റോറൻറ്റ്സ്. ഓക്കെ, നോട്ട് ബിക്കോസ് ഈസ് നോട്ട് ഹാവിങ് ബിസിനസ്, ഈസ് ഹാവിങ് ലോട്ട്, നിറയെ ബിസിനസ് ഉണ്ട്, എന്നിട്ടും അദ്ദേഹം എല്ലാ റെസ്റ്റോറൻറ്റ്സും അയാൾ ക്ലോസ് ചെയ്തു. റീസൺ എന്താണെന്ന് വെച്ചാൽ രാത്രി കിടക്കാൻ പോകുമ്പോൾ തന്നെ ഒരുപാട് ലേറ്റ് ആവും. ഓക്കെ, ഈസ് ഹാവിങ് അറൌണ്ട് 5 റെസ്റ്റോറൻറ്റ്സ് ഇൻ വേരിയസ്. രാത്രി കിടക്കാൻ പോകുമ്പോൾ തന്നെ 2 മണിയെല്ലാം ആവും. ഓക്കെ, ഇതെല്ലാം ക്ലോസ് ചെയ്തിട്ട്. പക്ഷെ രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അറിയില്ല ഏതൊക്കെ ഷെഫ് വരും, ഏതൊക്കെ ആളുകൾ വരും എന്ന് പോലും അറിയില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഷെഫ് നാളെ രാവിലെ എഴുന്നേറ്റ് വിളിച്ചിട്ട് പറയുകയാണ് എനിക്കിന്ന് വരാൻ പറ്റില്ല, എനിക്ക് സുഖമില്ല, അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല. ഞാൻ റീസൺസ് പറയുകയാണ്. ഈ ചില ഇതെന്ന് വെച്ചാൽ ചിലവരവിടെ എന്തെങ്കിലും സുഖമില്ലാണ്ട് കിടക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം. ബട്ട് വെദർ ആ ഷെഫ് ഉണ്ടെങ്കിലും അല്ലെങ്കിലും പിറ്റേ ദിവസം ആ ഹോട്ടൽ റൺ ചെയ്തേ പറ്റൂ. ഓക്കെ, അതൊരു ഇഷ്യൂ. അപ്പോൾ മനസ്സമാധാനം എന്ന് പറയുന്ന സംഭവം തീരെ കിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുള്ള എംപ്ലോയീസിനെ കിട്ടുന്നില്ല. ഓക്കെ, അത് ഉള്ളവർ തന്നെ വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ വീട്ടിൽ പോകുന്നു. ഓക്കെ, പിന്നെ ആളുകൾ തേടി പിന്നെ എടുത്തുകൊണ്ടിരിക്കണം. പിന്നെ അതേപോലെ നിങ്ങൾക്ക് തന്നെ അറിയില്ല, ഒരു ചായ അടിക്കുന്ന മാസ്റ്റർ ആയാൽ പോലും ഒരു ചായ മാസ്റ്റർ മാറി വേറെ ഒരു ചായ മാസ്റ്റർ വന്നാൽ ടേസ്റ്റ് മാറിയാൽ തന്നെ ആൾക്കാർ പറയുക ഈ ചായ ഇനി നന്നായിട്ടില്ല എന്ന് പറയും. സോ അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസും അതേപോലെ തന്നെ ഈ ഫ്ലക്ച്വേഷൻസ്. ഇപ്പോൾ എസ്പെഷ്യലി ഐ ഹാവ് ലോട്ട് ഓഫ് കാറ്ററിംഗ് ക്ലയൻസ് ഓൾസോ ആർ ദെയർ. അതിൽ പല കാറ്ററിംഗ് ക്ലയൻസും കോവിഡിന് മുമ്പ് ഉണ്ടായിരുന്ന റേറ്റ്, അതായത് ഇപ്പോൾ ഒരു കല്യാണ പാർട്ടിയിൽ എടുക്കുകയാണെങ്കിൽ ഓക്കെ, കോവിഡിന് മുമ്പുണ്ടായിരുന്ന റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിലാണ് ഇപ്പോൾ ഓർഡർ എടുക്കുന്നത്. ഓക്കെ, ദ റീസൺ ഈസ് ആരെല്ലാമോ അൺഓതറൈസ് ആയിട്ട് ആരെല്ലാമോ കാറ്ററിംഗ് ചെയ്തു തരാമെന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇവർ 450 രൂപ ഒരു ഇതിന് പറയുകയാണെങ്കിൽ അവർ 200 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ അവരുടെ സെറ്റപ്പ് വേറെയാണ്, ഇവരുടെ സെറ്റപ്പ് വേറെയാണ്. പക്ഷെ അത് മനസ്സിലാക്കാത്ത ആളുകൾ ചിലപ്പോൾ അവർക്ക് ഓർഡർ കൊടുക്കും, എന്നിട്ട് പിന്നെ കൈ പൊള്ളിയിട്ടായിരിക്കും അറിയുക. പക്ഷേ ഇവർക്ക് കൈ പൊള്ളിയിട്ട് അറിയുമ്പോഴത്തേക്കും കുറേ പേര് കൈ പൊള്ളിയിട്ട് അറിയുമ്പോഴേക്കും ഇവരുടെ എല്ലാം ബിസിനസ് എല്ലാം അഫക്റ്റ് ആയി കളയും. സോ ഇങ്ങനത്തെ ഒരുപാട് എന്താ പറയുക ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റ്സ് തുടങ്ങുമ്പോഴത്തേക്കും ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് കൊണ്ട് ഇതേമാതിരി ഹ്യൂമൻ റിസോഴ്സസ് സ്ട്രഗിൾസ് കൊണ്ട് പൂട്ടിപ്പോകുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ ആയിട്ടും നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഈ 2 സ്ട്രഗിൾസ് ആണോ മെയിൻലി നമുക്ക് വരുന്നത്? ഈ 2 എണ്ണമാണ് ഇത്. ആളുകളുടെ ബുദ്ധിമുട്ട്, അതേമാതിരി പ്രൈസിങ് വാർന്ന എന്നുള്ള ഒരു ബുദ്ധിമുട്ട്, പിന്നെ ഈ ക്യാഷ് ഫ്ലോന്റെ ഒരു ഈ 3 ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ പറഞ്ഞു ഈ ഒരു ബിസിനസ്സിൽ ഇറങ്ങിയിട്ട് അവർക്ക് മനസ്സമാധാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് വലിയൊരു ഫാക്ടറാണ്. ബിക്കോസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഞാനായാലും പഠിപ്പിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന കാര്യം, നമ്മളിനി സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് പഠിച്ചാലും വാട്ട് എവർ എന്ത് നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞാലും ആദ്യം നമ്മുടെ മൈൻഡ് സെറ്റ് അതിലുണ്ടാവേണ്ട ചേഞ്ചാണ് ആദ്യം വേണ്ടത്. സോ ഇങ്ങനെ ഒരു വ്യക്തികൾ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ, ലൈക്ക് നമ്മുടെ ട്രെയിനിങ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് അങ്ങനെ ലൈഫ് ചേഞ്ച് ആയിട്ട് അങ്ങനെ ഒരുപാട് വ്യക്തികളുണ്ട്. ഇൻഫാക്ട് എൻ്റെ ഒരു ലാസ്റ്റ് ടെസ്റ്റിമോണിയൽ ഞാൻ ഇപ്പോൾ എടുത്തത് അദ്ദേഹം ആക്ച്വലി ദിൽജിത്ത് എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ഓൾസോ ഡീറ്റെയിൽ മാർക്കറ്റാണ്. ഓക്കെ, അദ്ദേഹം ആ ഒരു ട്രെയിനിങ് കഴിഞ്ഞ ശേഷം അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യം, യു കട്ട് ഓൾ യുവർ ഫ്രണ്ട്സ്. ഓക്കെ, യു കട്ട് ഓൾ യുവർ ഫ്രണ്ട്സ്, ദെൻ യു വിൽ സീ ദ ചേഞ്ച് എന്നുള്ളത്. ഇമ്മീഡിയറ്റ്ലി ഇപ്പോൾ വാട്ട് ഹി ഡിഡ് ഈസ് ഹി മൂവ്ഡ് ഔട്ട് ഓഫ് ദറ്റ് എൻ്റയർ സിനാരിയോ. ഈ ഒരു സന്യാസിയായിട്ട് പോകുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് ഇതെടുത്തിട്ട് അവിടേക്ക് മാറി. ഓക്കെ, ആൻഡ് ഈ സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് ബിസിനസ് ഇൻ എ വെരി ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ വരാൻ ബിക്കോസ് ഇറ്റ്സ് പാരഡിഗം ഷിഫ്റ്റ്. ചില കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്താലാണ് നമ്മുടെ ലൈഫിൽ പോകാൻ പറ്റുന്നത്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോഴാണ് ആക്ച്വലി ജോയ്സ്, ഐ മീൻ യുവർ മൈൻഡ്സ് ലൈഫ് കോച്ച് ഓൾസോ, ലൈഫ് സ്റ്റൈൽ ബിസിനസ് മൈൻഡ്സ് കോച്ചാണല്ലോ. അപ്പോൾ ഞാൻ തിരിച്ചങ്ങോട്ടേക്ക് ചോദിച്ചു, ഇത് ലെറ്റ് മീ ടെൽ യു, ഇത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ ആയിട്ടാണ്, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതല്ല ഒരു ഇൻ്റർവ്യൂ എന്നൊന്ന് കണക്കാക്കണ്ട. ബിക്കോസ് ഇത് നമ്മൾ തരുന്ന എന്തിനു വേണ്ടിയിട്ട് മാക്സിമം വാല്യൂ ഓഡിയൻസിന് കൊടുക്കാന്നുള്ളതുകൊണ്ടാണ്. സോ ഐ വാണ്ട് ആസ്ക് യു ദാറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വൈ ഡിഡ് യു ബിക്കം, എന്തുകൊണ്ടാണ് ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആൻഡ് മൈൻഡ് ഷിഫ്റ്റ് കോച്ചായി മാറി? വാട്ട് ഡസ് ദ മോട്ടിവേഷൻ ബിഹൈൻഡ് ദാറ്റ്? അതിനൊരു റീസൺ ഉണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ തീരുമാനിച്ചൊരു കാര്യമാണ്, എന്താണോ ഞാൻ ലൈഫിൽ ചെയ്ത് നോക്കിയ കാര്യം അത് മാത്രമേ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയുള്ളൂ എന്ന്. സോ അത് നേരത്തെ ഡിസൈഡ് ചെയ്തൊരു കാര്യമാണ്.
പക്ഷെ ഞാൻ ഇപ്പം അന്ന് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് അങ്ങനെയുള്ള ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇതെന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും ആക്ഷൻ എടുക്കാൻ തയ്യാറാകാത്ത ഒരാൾക്കും റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അവിടെ എവിടെയാണ് പ്രശ്നം ഇരിക്കുന്നത്? സോ നമ്മൾ ആദ്യമേ ഒരു ബിൽഡിംഗ് പണിയുന്ന സമയത്ത് നമ്മുടെ അടിസ്ഥാനം ശരിയാക്കാതെ നമ്മൾ ഇനി എന്ത് ഞാൻ കൊടുത്തെന്ന് പറഞ്ഞാലും അതിനകത്ത് ഒരു കാര്യമില്ല. അപ്പൊ ആദ്യം ശരിയാക്കേണ്ടത് മൈൻഡ് സെറ്റാണ്. കാര്യം ബ്ലോക്ക് അവർക്ക് വന്നുകൊണ്ടേയിരിക്കും, ചലഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും അല്ലേ? ബിസിനസ് ചെയ്യുമ്പോൾ നമുക്കറിയാലോ എല്ലാ അല്ലേ, ഈവൻ ഓരോ പ്രാവശ്യവും നമ്മൾ ഓരോ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടാവും, റൈറ്റ്? അപ്പൊ അതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഓരോ ദിവസം സോർട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി, സോ ഫസ്റ്റ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട പാർട്ട് അവിടെയാണ്. അവിടെ കറക്റ്റ് ചെയ്താലാണ് നമുക്ക് ബിൽഡിംഗ് എത്ര ബിൽഡ് ചെയ്യണം എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാൻ പറ്റുള്ളൂ, റൈറ്റ്? അത് മാത്രമല്ല, എത്രത്തോളം നമ്മുടെ അടിസ്ഥാനം സ്ട്രോങ് ആണോ അതുപോലെ ആയിരിക്കും അതിനകത്തോട്ട് പണിയുന്ന കാര്യം. 1 കോടിയുടെ ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ അടിസ്ഥാനം അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും. നമ്മളെ വയനാട്ടിൽ കണ്ടു ഒരു ആൽമരം, ബാക്കി എല്ലാം ഒലിച്ചു എല്ലാം കഴിഞ്ഞ് ഒരു ആൽമരം മാത്രം നിൽക്കുന്നു. ബിക്കോസ് അതിന്റെ അത് മാത്രല്ല, വേരുകൾ നമ്മൾ സ്ട്രോങ് അല്ലാതിരിക്കുമ്പോൾ, വേരുകൾ സ്ട്രോങ് ആകുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അത് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാവും. എവിടെ വെള്ളം കിട്ടുന്നോ അവിടെ പോയി എടുത്തിട്ട് വരാം, അപ്പോഴാണ് അത് സ്ട്രോങ് ആവുന്നത്. അതുപോലെയാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പം നമ്മൾ ഈ ഓരോ ബിസിനസ് ആണെങ്കിലും ഓരോന്നും ബിൽഡ് ചെയ്തെടുക്കുമ്പോൾ ഈ 4 വർഷം കൊണ്ട് എനിക്കൊരു ജേർണി ഉണ്ട്. സോ അത് വന്ന ജേർണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ പോയി തേടി പിടിച്ചു. അല്ല ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ലല്ലോ. കല്യാൺജി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസസ്, ത്രൂ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്, റൈറ്റ്? അതിൽ നിന്ന് വന്നിട്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് മാറുന്നത്. അത് മാത്രമല്ല, ഓരോ ദിവസവും നമ്മൾ ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ശരിയെന്ന് വിചാരിച്ച കാര്യം ചിലപ്പോൾ നാളെ നമുക്ക് മനസ്സിലാവണം അത് തെറ്റാണ്. പക്ഷെ അവിടെ നമുക്ക് രൂപപ്പെടാൻ പറ്റണം. അത് മൈൻഡ് സെറ്റ് ചേഞ്ച് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ബിക്കോസ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, ബട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ റിയൽ ചേഞ്ച് ഉണ്ടാവുന്നത്. എന്നാൽ മാത്രമേ നമുക്കത് പോകാൻ പറ്റും. പക്ഷെ അതിലൊരു മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് മാറ്റം വരുത്തുക. അല്ല ഞാൻ ചിന്തിച്ച ശരിയാണ്, ലൈഫ് ലോങ് ഇതാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചേഞ്ച് ആവില്ല. ഇന്ന് തന്നെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു മെസ്സേജ് വന്നതാണ്. ആള് 18 വർഷം കണ്ടായിട്ട് IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. രാവിലെ വരുന്നു, അതേ കാര്യങ്ങൾ തന്നെ ചേഞ്ച് 18 വർഷം കഴിഞ്ഞപ്പോഴാണ് റിയലൈസേഷൻ ഉണ്ടാവുന്നത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണം, അല്ലേ? അങ്ങനെ ഉണ്ടാവുമ്പോഴേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. കല്യാൺജിക്ക് അറിയാലോ അല്ലേ, ഒരുപാട് ഓൺട്രപ്രനേഴ്സ് അങ്ങനെയല്ലേ, മൈൻഡ് ഷിഫ്റ്റിംഗ് മൂവ്മെന്റ് നമുക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതെ, അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും. ഇതിന്റെ വൺ മോർ തിങ് ജോഷ്, ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി ഓൺട്രപ്രനേഴ്സ്, ഇപ്പോൾ ഞാൻ ഹാൻഡിൽ ചെയ്തതിൽ മോസ്റ്റ് ഓഫ് ദി ഓൺട്രപ്രനേഴ്സ് അവരുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇല്ല, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയ്തിട്ടില്ല. സ്റ്റിൽ എനിക്കിപ്പോഴും അറിയാം, ദർ ആർ മെനി പീപ്പിൾ ഇപ്പോഴും നോട്ടീസ് കൊടുത്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്ന ഒരുപാട് ഓൺട്രപ്രനേഴ്സ് എനിക്കറിയാം. ഓക്കെ, ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ, ഓക്കെ, വാട്ട് ഈസ് ദ സജഷൻ ദാറ്റ് യു വാണ്ട് ടു ഗിവ് ടു പീപ്പിൾ? അതായത് ഇന്നുമാതിരി ഇപ്പോഴും നോട്ടീസ് കൊടുക്കുക, പേപ്പറിൻ്റെ ഉള്ളിൽ വെച്ച് നോട്ടീസ് വെച്ച് കൊടുക്കുക, പിന്നെ അല്ലെങ്കിൽ എന്താ പറയുക, ഓരോ പരിപാടിക്കെല്ലാം. ഐ മീൻ, ആർ വി സ്റ്റിൽ ഇൻ ദാറ്റ് സ്റ്റോൺ ഏജ്, ഓർ ഐ മീൻ why they should move to digital marketing? നമുക്ക് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ വളരെ കുറച്ച് എമൗണ്ടിൽ തന്നെ നല്ല രീതിയിൽ ആളുകളിലേക്ക് റീച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇന്ന് നമുക്കുണ്ട് എന്നുള്ളതാണ്. ഹോർഡിങ്സ് വെക്കുക അങ്ങനെയൊന്നും ചെയ്തില്ലേ പോലും നമുക്കിന്ന് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഓൺട്രപ്രനേഴ്സും ഈ കോവിഡിൻ്റെ ടൈമിലൊക്കെ ഞാൻ കാര്യം ആ സമയത്തൊക്കെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം വെച്ചാൽ, ഇതിനകത്തോട്ട് സ്വിച്ച് ചെയ്യാൻ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഓൺലൈനിൽ ആരും വരുത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആക്ച്വലി ഓൺലൈനിൽ മാത്രം എനിക്ക് ഒരുപാട് ക്ലയൻസ് ത്രൂ സൂമിലൂടെ മാത്രം കണക്ട് ചെയ്തിട്ട് ബിസിനസ് നടന്നിട്ടുണ്ട്. അപ്പം അന്ന് ആലോചിച്ച് നോക്കണം, ഇന്ന് ശരിക്കും പറഞ്ഞാൽ കല്യാൺജിയെ പോലും നമ്മൾ എത്ര നേരിട്ട് കാണുക എന്ന് പറയുന്നത്, ലൈക്ക് നമ്മൾ ട്രെയിനിങ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് ചെയ്യുന്നുണ്ട്, ബട്ട് നമ്മൾ കാണുന്നത് വളരെ റെയർ ആയിട്ടാണ്. അത്രയും നമുക്ക് ഇന്ന് ഓൺലൈനിലൂടെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇന്ന് കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന പോലെയല്ലേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലേ? അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. അതെ, അപ്പൊ അതേപോലെ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരൊരു സോഷ്യൽ മീഡിയ പ്രസൻസ് ഒക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ സർവീസസോ പ്രോഡക്റ്റോ സെല് ചെയ്യാൻ അവർക്ക് ഈസിയാണ്. അത് പറഞ്ഞപ്പോഴാണ് ജോഷ് സംതിങ് കെയിം ടു മൈ മൈൻഡ്. അതായത് ഞാൻ സെൽമി ദ ആൻസർ സീസൺ 2 എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ട്, ഓൺലി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് ഏഷ്യാനെറ്റിൽ മുകേഷിന്റെ
ഞാനത് പങ്കെടുത്തിട്ട് ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഐ വാസ് സ്റ്റാൻഡിങ് തിരൂര് ഒരു പ്രതികരണ കേന്ദ്രത്തിൽ ഒഴിച്ചിലെല്ലാം പോയിട്ട് അത് കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞു. ഞാൻ അവിടെ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരെന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. ആഫ്റ്റർ 5 years ഐ എം സെയിങ്. എന്നിട്ട് അവർ ലാസ്റ്റ് അപ്പം ഞാൻ ചിരിച്ചു. അപ്പോൾ അവരൊന്ന് എന്നോട് വന്നിട്ട് ഈ സെൽമി ദാസറിൽ ഉണ്ടായിരുന്ന കല്യാൺ I was really surprised. That is the power of this what you call social presence, presence and digital presence. 5 കൊല്ലം കഴിഞ്ഞിട്ടും അവരെന്നെ ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോട്ടീസ് കൊടുത്താലോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ ഇത് കൊടുത്താലോ ഒന്നും പറ്റില്ല. അതാണ് അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയ പ്രസൻസ് എങ്ങനെ ചെയ്യണം ഇന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞാൽ കമ്പനി എന്ന് പറയുന്നത് ഒരിക്കലും പേഴ്സണൽ ബ്രാൻഡുമായിട്ട് കണക്റ്റഡ് ആവണമെന്നില്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ട്രസ്റ്റ് ഉണ്ടാവാൻ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, റൈറ്റ്? നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കും അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന കാര്യങ്ങൾക്കും ഒരു ട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സോഷ്യൽ മീഡിയ പ്രസൻസ് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യം. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അതുകൊണ്ടാണ് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് എന്താ 1 to many കമ്മ്യൂണിക്കേഷൻ അടക്കം, കറക്റ്റ് അല്ലേ? നമ്മൾ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളത്ത് ഒരു 1 to 1 പോലെയല്ലേ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഇതങ്ങനെയല്ല. ഞാൻ എന്ത് സർവീസസ് ആണോ കൊടുക്കുന്നത്, ഞാൻ എന്ത് പ്രോഡക്റ്റ് ആണോ കൊടുക്കുന്നത്, അത് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ഓഡിയൻസിനോട്, നമ്മുടെ ഓഡിയൻസ് ടാർഗറ്റ് ഓഡിയൻസിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്, അല്ലേ? കറക്റ്റ് അല്ലേ? സോ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന ആൾക്കാരെ കണക്ട് ചെയ്യും, കറക്റ്റായിട്ട് കണക്ട് ചെയ്യും. ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഈ നമ്മുടെ ഒരു ചാറ്റ്, അത് ഈ ഒരു ഇൻട്രാക്ഷൻ കാണുമ്പം കല്യാൺജിയുടെ ആ ഒരു എനിക്ക് വേണം, എനിക്ക് ഇന്ന കാര്യം ചെയ്യണം. റെസ്റ്റോറൻറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ ഓക്കെ, അദ്ദേഹത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നൊരു തിങ്കിങ് ഉണ്ടാവും, റൈറ്റ്? അതുപോലെ ഇപ്പം ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാൻ, ഞാൻ കുറച്ചും കൂടി റിയൽ എസ്റ്റേറ്റ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ റിയൽ എസ്റ്റേറ്റിനെ ഇപ്പോൾ കുറച്ചും കൂടി ഫോക്കസ് ചെയ്തിട്ട് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പം നമ്മൾ എന്താണോ ചെയ്യുന്നതെന്ന് ആൾക്കാരോട് പറയുമ്പോഴാണ് എന്താ പറയുക, അതിനകത്ത് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നത്. ഞാൻ ഇത് ചെയ്യുന്നുണ്ട്, ഇത് ഇയാളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് ഉണ്ടാവും എന്നൊരു തിങ്കിങ്ങേ ഉണ്ടാവത്തുള്ളൂ, റൈറ്റ്? ഇതിൽ എനിക്കൊരു ചെറിയ ഡൗട്ട്. ആക്ച്വലി റിയൽ എസ്റ്റേറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം പറയുമ്പോൾ അത് ഹൈ ടിക്കറ്റ് സെല്ലിംഗ് ആണല്ലേ? ഓക്കെ, അപ്പോൾ അവിടെ വാട്ട് മേക്സ് യു ഡിഫറെൻറ്റ്? ദർ ആർ ലോട്ട് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ആർ ദർ, ലോട്ട് ഓഫ് ഹൈലി പെയ്ഡ് എന്താ പറയുക, എല്ലാവരും ഉണ്ട്. ഓക്കെ, ഇൻഫാക്ട് എൻ്റെ ഇതിൽ എടുക്കുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് ബിസിനസ് ആയാലും ശരി, ഈ ബ്യൂട്ടി പാർലർ ബിസിനസ്സിലായാലും ശരി, നിറയെ ഡിജിറ്റൽ മാർക്കറ്റേഴ്സിനെല്ലാം ട്രൈ ചെയ്തിട്ട് പരാജയപ്പെട്ട ഒരുപാട് ഓൺടർപ്രണേഴ്സിനെ എനിക്കറിയാം, എസ്പെഷ്യലി ബ്യൂട്ടി പാർലറിൽ. ഓക്കെ, സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ദിസ് ഈസ് ഫാർ ഡിഫിക്കൽട്ട് അല്ലേ, ഏത് ഹൈ ടിക്കറ്റ് സെല്ലിംഗ് എന്നെല്ലാം പറയുമ്പോൾ. സോ ഹൗ യു ആർ ഏബിൾ ടു അച്ചീവ് സച്ച് കൈൻഡ് ഓഫ് റിസൾട്ട്സ്? ഈ റിയൽ എസ്റ്റേറ്റ് വന്നത് തന്നെ ഞാനൊരു ചലഞ്ചായിട്ടാണ് ആക്ച്വലി ആദ്യം ഏറ്റെടുത്തത്. കാര്യം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡൗൺ ആണ്, ഇനി സെല്ലിങ് നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിതൊരു ചലഞ്ചായിട്ട് എടുത്തത്. ഓക്കെ, ഇതാണോ റീസൺ? കാര്യം പ്ലോട്ട് സെല്ലായി പോകണം, ആളുകളുടെ പൈസ ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് ഞാനൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്തു. ഓക്കെ, നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെ വരുന്നുണ്ട്, ഏത് രീതി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിൽസ് വരണം. ബിസിനസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് വരണം. ഇതില്ലാതെ നമ്മൾ ബാങ്കിൽ നമ്മുടെ പൈസ വന്നില്ലെങ്കിൽ തീർന്നു. ബിസിനസ് ചെയ്താൽ നമുക്കിത് വരണം. നമ്മൾ എത്ര മാർക്കറ്റ് ചെയ്തോ, ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഫോളോവേഴ്സ് കൂടുന്നതും അതൊക്കെയാണ് ബിസിനസ് എന്ന് വിചാരിക്കും. അതൊന്നുമല്ല. നിങ്ങൾക്ക് 1 million ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും അതിനകത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ കൊടുത്തിട്ട് അത് മേടിക്കാൻ ആളില്ലെങ്കിൽ ഒരു പ്രയോജനം അതിനകത്തില്ല. അത് അറിയാമല്ലോ, ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു ഇൻഫ്ലുവൻസർ സംവർ UK സംവർ, ഷി ഹാസ് 1 million ഫോളോവേഴ്സ്. ഓക്കെ, അവർ വന്നിട്ട് സംബഡി അപ്രോച്ച് എന്താ പറയുക ബ്രാൻഡ് പ്രൊമോഷൻ. അവർ ആ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്ത് ആകെ 2 വിറ്റുപോയിട്ടുള്ളൂ. അത് വളരെ ഒരു ഫേമസ് ഒരു ഇത്. അത് നമ്മൾ മനസ്സിലാക്കണം, ആ ഒരു സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം എത്ര പേരുണ്ടെന്നുള്ളതല്ല, നമ്മൾ കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസ് നമ്മുടെ പ്രൊഡക്റ്റോ സർവീസോ വാങ്ങിക്കണം, അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പോൾ റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ ആഡ്സ് റൺ ചെയ്ത് അതിനകത്ത് ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പ്രോപ്പറായിട്ട് വരുന്ന ലീഡ്സ് നമുക്ക് കൺവേർഷൻ ചെയ്യാൻ പറ്റുന്ന അത്ര ക്വാളിറ്റി ലീഡ്സ് ആയിരിക്കണം, കറക്റ്റ് അല്ലേ? അവരുടെ പെയിൻ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ചില ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഇപ്പം കണ്ടന്റ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ അതിലൊരു ഹ്യൂമൻ കണക്ഷൻ ഉണ്ടായിരിക്കണം. ആ ഒരു പോയിന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ അത് കണക്റ്റഡ് ആവുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് ഉണ്ടാവുന്നത്. കറക്റ്റ്. പിന്നെന്താ നമ്മൾ നോക്കണം, നമ്മൾ മനസ്സിലാക്കിയിട്ടൊരു കാര്യമുണ്ടല്ലോ,
എന്താണ് റിസൾട്ട് ഉണ്ടാകുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഷീറ്റിൽ നമുക്ക് കാണാൻ കഴിയണം. സെല്ലിംഗ് നടന്നിട്ടുണ്ടോ, എത്ര ലീഡ്സ് വന്നിട്ടുണ്ടോ, അത് കറസ്പോണ്ടിങ് എത്ര അവർ പ്ലോട്ട് ആണെങ്കിലും വീടാണെങ്കിലും ഒക്കെ സെല് ചെയ്യുന്നതാണെങ്കിൽ അത് എത്ര പേര് വിസിറ്റ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് എത്ര കൺവേർഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ എവിടെ സ്ട്രാറ്റജീസ് മാറ്റണം, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, തിങ്ക് ചെയ്ത് വേണം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതനുസരിച്ച് വേണം നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. ചില ആൾക്കാർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അത് പോയി അപ്ലൈ ചെയ്യും. അങ്ങനെ ഒരു ബിസിനസ് നമുക്ക് റൺ ചെയ്യാൻ പറ്റില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മൾ ഡേറ്റ ബേസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ ചേഞ്ചസ് വരുത്തണം എന്നുള്ള ഒരു കണക്ഷൻ നമ്മൾ ബിൽഡ് ചെയ്യണം. അത് മാത്രമല്ല, പല ഡിജിറ്റൽ മാർക്കറ്റേഴ്സും പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ റാപ്പോ ബിൽഡ് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല. ഒരാളിട്ടും റാപ്പോ ബിൽഡ് ചെയ്യാതെ നമുക്ക് അറിയാൻ പറ്റില്ല ആ ഓണർ എന്താ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് ഓണർ എന്താ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് കാര്യം അവരാണ് ആ കാര്യത്തിൽ എക്സ്പേർട്ട്. നമ്മൾ നമ്മുടെ ഏരിയയിലായിരിക്കും എക്സ്പേർട്ട്. അവർക്കാണ് അറിയുന്നത് ഏത് സമയത്ത് കൊടുക്കണം, എന്ത് കൊടുക്കണം. ഇതിനെപ്പറ്റി നമ്മൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യണം. കറക്റ്റ് അല്ലേ? എന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാം, റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ രണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ ശരിക്കും റിസൾട്ട് വരുന്നതെന്ന് പറയാം. അങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റണം. എന്നാലാണ് ആ ഒരു ബിസിനസ് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ കുറച്ചൊരു സെറ്റ് ഓഫ് ഇതുണ്ട്, ഞാൻ കുറച്ച് പോസ്റ്റേഴ്സ് ഇടും, ഞാൻ ചില ആൾക്കാർ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. പലരും എന്റെ അടുത്ത് തന്നെ വന്നിട്ട് ഞാൻ ആദ്യം പല ക്ലയൻസിനെ ഞാൻ അവോയ്ഡ് ചെയ്യാറുണ്ട്. കാര്യം വന്നാലും ഞാൻ എടുക്കാറില്ല. അങ്ങോട്ട് പറയും. കാര്യം അതല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് ടൈം വേണം, നമ്മൾ തിങ്ക് ചെയ്യണം, ടീമായിട്ട് തിങ്ക് ചെയ്യണം, നിങ്ങൾ പറയുന്ന പ്രോബ്ലംസ് മനസ്സിലാക്കണം, ടീമായിട്ട് തിങ്ക് ചെയ്യണം, എന്നിട്ട് അതിനെപ്പറ്റി സ്റ്റഡി ചെയ്ത് വർക്കാവുന്ന ഏതാ പെട്ടെന്ന് എനിക്ക് ക്വിക്കായിട്ട് ഇത് റിസൾട്ട് വരണം അങ്ങനെ അല്ല. നമ്മളത് സ്റ്റഡി ചെയ്ത് ലോങ് ടേമിലാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് ഒരു ബിസിനസ്. അതുപോലെ ബിൽഡ് ചെയ്ത് എടുക്കണമെങ്കിൽ അതിന് നല്ല പേഴ്സണൽ ആയിട്ടുള്ള കൺസെൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഐ മീൻ വൺ ഓഫ് മൈ ക്ലയൻറ്റ് ടോൾഡ് മീ, okay, I asked him, okay, I mean he has got a lot of money, he has got a lot of business and all. I just asked him one thing, കുറച്ച് എൽഡർലി ആയിട്ടുള്ള ആളും കൂടിയാണ്. അദ്ദേഹത്തോടും ചോദിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ കോച്ചിങ് എടുക്കാനുള്ള മെൻറ്ററിങ് എടുക്കാനുള്ള കാരണം. ഈസ് എ സീനിയർ പേഴ്സൺ. ഓക്കെ, അയാൾക്ക് സത്യം പറഞ്ഞാൽ he can bring lot of big people to mentoring and all. So one thing he told is, Kalyanji, നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല, യു ആർ ഗോയിങ് ഡൗൺ ടു എർത്ത് ഇവൻ ടു ടോക്കിംഗ് ടു ദ ലാസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഇതിനു മുമ്പ് 2-3 പേരിലവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും ആ കോട്ട് സൂട്ടിലായിട്ട് ഇങ്ങനെ അവർ തന്നെ സീറ്റിലിരിക്കും, അവർ ചോദ്യങ്ങൾ ചോദിക്കും. So like you said, I mean that is what actually impressed him. Okay, so you are also the same human connection. Building the human connection is very important to know their business. Okay, അവരുടെ മനസ്സിലുള്ള എന്താണെന്നെല്ലാം ചിലതെല്ലാം പറഞ്ഞാൽ അറിയില്ല, അല്ല നമ്മളെ കണക്ഷൻസ് വരുമ്പോഴാണ് അവരുടെ മനസ്സിലാക്കാൻ പറ്റുക. അത് മാത്രമല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ബിസിനസ് ആണെങ്കിലും അത് ചെയ്യുമ്പോൾ അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കോറായിട്ടുള്ള എന്താണ് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി നമ്മൾക്ക് അത് സോൾവ് ചെയ്യാനുള്ളൊരു മനസ്സും കൂടെ ഉണ്ടാകുമ്പോഴാണ് അവരുമായിട്ട് കണക്ഷൻ ഉണ്ടാകുന്നത്, അല്ലേ? എന്നാലും റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സെറ്റ് ഓഫ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഇങ്ങനെ പോവാ എന്ന് ചെയ്യാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ അതിനെ നമുക്ക് ഒരു കറക്റ്റായിട്ടുള്ള റിസൾട്ട് വേണം എന്ന് ചിന്തിച്ച് ചെയ്യുന്ന വ്യക്തികളും തമ്മിൽ വ്യത്യാസമുണ്ട്. അവർ കൊടുക്കുന്ന വാല്യൂവിലും വ്യത്യാസമുണ്ട്. വാല്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മണി രണ്ടാമത് കാര്യം. വാല്യൂ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് റിസൾട്ട് മണിയായിട്ട് വരും. മണി ഈസ് ജസ്റ്റ് ബൈ പ്രോഡക്റ്റ്, റൈറ്റ്? അപ്പോൾ അല്ല, നമ്മൾ ചില ആൾക്കാർ മണി ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് കാര്യമില്ല. പക്ഷേ വാല്യൂ കൊടുക്കുമോ, മാക്സിമം വാല്യൂ കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് ഷുവർ ആയിട്ട് വരും. പിന്നെ നമ്മളെ വിട്ടുപോകാൻ അവർക്ക് മടിയായിരിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ പെട്ടിയിൽ പൈസ വീഴുന്നുണ്ട്. അതെ, that makes a big difference. Okay, I mean that is really interesting. I think we should continue this particular as a series of discussions and all. Okay, so നമുക്ക് ഇനിയും വീണ്ടും നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ ജോഷ്. എനിക്കും കുറേ കാര്യങ്ങൾ ജോഷിന്ന് അറിയാനുണ്ട്. ജോഷ് also can ask so many things because experience and all those things are there. Okay, I think we can do a lot of such kind of series and I think നമുക്ക് ഇതേപോലെ കുറെ ആളുകളില്ല ഇതേപോലെ സംസാരിക്കാൻ. തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ തന്നെ ഈ ഒരു ഒരുപാട് പേര് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിസ്റ്റം ഉള്ള ഒരുപാട് ഏരിയാസിൽ നമ്മുടെ കയ്യിലുണ്ട്. നമുക്കറിയാം എത്ര പേരുണ്ട് അല്ലേ? നമുക്ക് അതേപോലെ അവരെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് ഇതേപോലെ പ്രോഗ്രാം ചെയ്ത ഒരുപാട് ഓൺടർപ്രണേഴ്സിനെല്ലാം we'll do it. Okay, we'll make it a big thing. A lot of ultimately people should get a lot of benefits out of whatever we do. Okay, good. Thank you.
താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ടു ഓൾ ദിസ് എന്റർപ്രണേഴ്സ്. നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ഭാഗം നേരുന്നു. ഓക്കെ താങ്ക് യു ബൈ. We'll meet again. യെസ്.